എന്റെ കയ്യിലില്ല. ആയിരിക്കും നടക്കണ്ട. അങ്ങേരത്തുണ്ടാവും. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഉണ്ടാ തീപ്പെട്ടി? ഇല്ല. ഇല്ലേ? അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ 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 നോ, യു ആർ ലൈ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു. ചെറുതാ, ഇത് മതിയാവും. ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ. കർത്താവിന്റെ തീപ്പെട്ടി. ഇപ്പോഴൊരാശ്വാസമായി. ഈ തണുപ്പത്ത് ഇതിലാ പറ്റൂല. നല്ല ദേഹം അനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തന്തപ്പടിയും കൊണ്ടുവരും. നമ്മക്കിനിയും കാണണാട്ടാ, എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കൊണ്ടവരെയും കഞ്ചാവ് കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. ജോയി ഫാദറേ ഇപ്പൊ കേട്ടാ. ഓക്കെ. നമസ്കാരം. ദൈവമേ, താടി ഇയാളെന്താ ഈ വേഷത്തില്? കൊലുസൂമ്പി. ഫാദർ, ഞാൻ വിളിച്ചിരുന്നു. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്ത് പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുമോ? എന്താ സ്റ്റഫേ? മനസ്സിലായില്ല. ചടയൻ. ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്. എല്ലാം ഓക്കേ ഇല്ലേ? സർ, ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്നവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെപ്പോലെ ഒരുത്തന് എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിനു നന്നാഴി. ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വിട്ടോടാ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ TC കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് വയ്ക്കൂ. നീ എന്തുവാടാ ഈ പറയുന്ന? കളിക്കല്ലേ. നീ പറഞ്ഞ അവധി നാളെ കഴിയുക. ഇന്ന് രാവിലെ കൂടെ അച്ഛൻ വിളിച്ചിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ കഴുത്തിൽ മാല കണ്ടില്ലെങ്കിൽ പിന്നെ കഴുത്തിൽ മുകളിൽ തല കാണില്ല. അതെ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് എന്റെ ഫേസ്ബുക്കിൽ ആന്റി കറപ്ഷൻ ക്യാമ്പയിന് നിന്റെ വകയെ തുച്ഛമായ 1000 ലൈക്ക് ഒപ്പിച്ചേരാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എടാ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏത് പാലം? കാശടാ പുല്ലേ. അളിയാ, the money you deposit in Harris Finance is safe. Don't worry ടാ. തൽക്കാലം നീ വല്ല 1 gram ഗോൾഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എടാ, നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന് കിട്ടുന്നോ പുതിയൊരു ഇന്ത്യയും. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ടാ. അപ്പൊ ഓക്കെ മച്ചാ, ബൈ. ഓക്കെ, ലൈക്ക് മറക്കണ്ട. കട്ട് ചെയ്ത് സ്വിച്ച് ഓഫാ. എന്റെ മാല പോയി. അതെ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ 1 ഗ്രാം തങ്കത്തി പൊതിഞ്ഞ മാല വെയിലുണ്ടാ കറക്കോ? എനിക്കറിയില്ല. അതെ, കുട്ടിയല്ലല്ലോ, എങ്ങനെ അറിയാൻ? എല്ലാം ഞാൻ അറിയേണ്ടതായിരുന്നു. എന്താ ചുറ്റിക്കളി? നീ ക്ലാസ്സിൽ പോകണ്ടേ? ഇല്ല, ഹോസ്റ്റലിൽ തിരിച്ചു. ഇവിടെ കൊണ്ടാ ഇവൻ എന്താ ഇങ്ങനെ? അതെന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. അതെ, ഇയാള് ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അതെ. ഈ കോളേജിന്റെ ഹോസ്റ്റലിലോ? അതെ. എന്താ?
എനി ഫിനാൻഷ്യൽ പ്രോബ്ലം? എന്താ കാശിന് ആവശ്യമുണ്ടോന്ന്? ഉണ്ടെങ്കി എത്ര വേണം? 70,000 രൂപ ഞാൻ തന്നാ മതിയോ? തരുവോ? ചുമ്മാ തരാന്ന്. വളരെ നന്ദിയുണ്ട് കുട്ടി. ഇക്കാലത്ത് വെറുതെ ഒരാൾ 20,000 രൂപയൊക്കെ തരാന്ന് വെച്ചാ ആ കാലെന്തിയെ? അയ്യ, വെറുതെയോ? പിന്നെ പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ് പറയൂ. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. പിന്നെന്താ? എന്താ? ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. എന്തിന്? ചുമ്മാ ഒരു രസം. ജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണ്ടേ? ഓ അവിടുന്ന് ചുമ്മാ തമാശ പറയാതെ. ഐ എം സീരിയസ് യാർ. തനിക്ക് 20,000 രൂപ വേണമെങ്കിൽ മതി. അല്ല, 20,000 രൂപയ്ക്ക് വേറെന്തെങ്കിലും സഹായം ചെയ്തെന്ന പോരെ? ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി വേണം ഞാൻ കുട്ടിയുടെ ഹോസ്റ്റലിൽ വരാം. അതും ഒരു അഡ്വഞ്ചർ അല്ലേ? അല്ല, എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഒരു മെൻസ് ഹോസ്റ്റലിൽ പുറത്തുനിന്ന് ഒരാളെ കേട്ടാൽ ഇത്ര പാടാണോ? അതും തന്നെ പോലെ ഒരാണിന്. അയ്യേ, പേടിയോ? എനിക്കോ? പുഷ്പം പോലെ ഞാൻ കയറ്റും. അതിന് 100 വഴികളുണ്ട്. എന്നാലും ഇപ്പോഴത്തെ എന്റെ ഒരു സമയം വച്ച് നോക്കുമ്പോ ഇതൊരു പണിയാവില്ലേ? ഇപ്പൊ എന്നെ കേട്ടാമോ? എന്നാലും അതെ, ആ കാശിങ്ങിതാ. താൻ എന്നെ കേട്ടണ്ട. ഞാൻ വേറെ ഏതെങ്കിലും ആണിന് കൊടുത്തോളാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കയറ്റാം. ചുമ്മാ കയറ്റിയാൽ മാത്രം പോരെ എന്നെ. ഇന്ന് തന്നെ തിരിച്ചിറക്കുകയും വേണം. അല്ല, നിന്നെ ഞാൻ എന്റെ കൂടെ കയറ്റി താമസിപ്പിക്കാം. 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഇറങ്ങിക്കോണം. ഓക്കെ, അപ്പൊ ശരി. അതിഷ്ടലക്ഷ്മി. എന്താ എന്റെ പേര്? അതിഷ്ടലക്ഷ്മി. ഭാനുപ്രസാദ്. പറ്റില്ല പറ്റില്ല പറ്റില്ല. കുപ്പി എനിക്ക് അച്ഛനെ കൊടുത്തേ പറ്റൂ. ഒരു തുള്ളിയെങ്കിലും പറ്റില്ല. ഇതിന്റെ രുചി അറിയാനെങ്കിലും. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലയോ? മാത്രമല്ല, ഇതൊന്നും കുടിക്കാനുള്ളൊരു സ്റ്റാൻഡേർഡ് നിനക്കൊന്നും ആയിട്ടില്ല. ഓഹോ, അങ്ങനെ. എന്നാ ഓക്കെ, ഞങ്ങക്ക് വേണ്ട. എന്തുവാടേ അളിയാ, നീ പടത്തിന് വരുന്നുണ്ടോ? കീട്ടിലും പടമാണെന്നാണ് കേട്ടത്. ഐറ്റ സോങ്ങില്ല 3 കുളിസിനും മാളിയാ വരുന്നില്ലേ? ഇന്നോ? ഇന്നെനിക്ക് സുഖം കാണത്തില്ല. സുഖം കാണത്തില്ലെന്ന് അതെന്തുവാ? അല്ല, എന്നാ സുഖമില്ല. എന്തുപറ്റി? നല്ല തലവേദന. വയറ്റിലോ? അല്ല, തലയിൽ. അളിയ ഹോസ്റ്റലിൽ മുഴുവനുണ്ട്, നമുക്ക് പൊളിക്കാം. നിങ്ങൾ പൊളിച്ചോ? നല്ല സുഖം തോന്നില്ല. കോശി, നീ ഇത് കേട്ടാ? മിണ്ടാതിരിയടേ. നീ അവന്റെ ഒരുക്കം കണ്ട? നാളെ ഏതോ പെണ്ണിന്റെ സമയം അടുത്തിട്ടുണ്ട്. എന്താ അളിയ എന്റെ കുട്ടൻസ്? പുല്ലൻ ആഴ്ച ഓരോ ലൈനാ. അളിയ അവനെക്കാട്ട് സൗന്ദര്യം ഇല്ല അളിയ എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ അളിയ ഒരുത്തി വളയാത്ത? അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. പുതിയ ലൈൻ 2 ദിവസം മുമ്പ് ബ്രേക്ക് ആയെന്നാ കേട്ടെ. ഓ, അപ്പൊ അടുത്തവള വളയ്ക്കാനുള്ള വടിക്കലാണ്. എന്തായാലും തന്തേന്റെ അറിഞ്ഞിട്ട പേരാ പ്രേംരാജ്.